ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്ന പോസിറ്റീവ് ക്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. അമേരിക്കൻ ഇൻഡെക്സും കഴിഞ്ഞ ദിവസം ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. ഡോ ജോൺസ് 0.83%, S&P 0.56%, നാസ്ഡാക്ക് 0.39% ഹയർ സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. കഴിഞ്ഞ 17 വർഷമായി ജപ്പാൻ തുടർന്നു വന്ന അൾട്രാ ലൂസ് മോണിറ്ററി പോളിസി പിൻവലിച്ചതിൻ്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞ ദിവസം ഏഷ്യൻ മാർക്കറ്റുകളിലൊക്കെ പ്രകടമായിരുന്നു. ഒട്ടുമിക്ക ഇൻഡെക്സുകളും 1% ഇടിഞ്ഞു. പക്ഷേ ജപ്പാൻ്റെ ഈ മോണിറ്ററി പോളിസി നയമാറ്റം മാർക്കറ്റിൽ ഏകദേശം ഡൈജസ്റ്റായി എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇപ്പോൾ ഒട്ടുമിക്ക ഏഷ്യൻ ഇൻഡെക്സുകളും പോസിറ്റീവ് സൈഡിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് ഡയറക്റ്റ് ടാക്സ് കളക്ഷനിലുണ്ടായിരിക്കുന്ന വർധനവ്. ഗ്രോസ് ഡയറക്റ്റ് ടാക്സ് കളക്ഷൻ ഇയർ ഓൺ ഇയറിൽ 18.74% വർദ്ധിച്ച് 22,27,067 കോടിയും നെറ്റ് ഡയറക്റ്റ് ടാക്സ് കളക്ഷൻ 19.88% വർദ്ധിച്ച് 18,90,289 കോടിയുമായി മാറിയിട്ടുണ്ട്. അഡ്വാൻസ് ടാക്സ് കളക്ഷൻ 22.3% വർദ്ധിച്ച് 9,11,534 കോടിയായി മാറി. US ഡോളർ ഇൻഡെക്സിൽ ഒരു റിട്രാഡേഷൻ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഗോൾഡ് പ്രൈസിലും ചെറിയ രീതിയിലുള്ള അയവ് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് അൾട്രാടെക് സിമെൻറ്റ് ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം അൾട്രാടെക് 1.4% ഇടിഞ്ഞ് 9,475 ക്ലോസിംഗ് നൽകി. 2 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സിമൻറ്റ് സെക്ടറിലെ ഏറ്റവും വലിയ കമ്പനിയാണ് അൾട്രാടെക് സിമൻറ്റ്. അൾട്രാടെക് സിമൻറ്റ് 2023 നവംബർ മാസത്തിൽ കേസോറാം ഇൻഡസ്ട്രീസിൻ്റെ സിമൻറ്റ് ബിസിനസ്സിനെ അക്വയർ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഈ അക്വിസിഷൻ പ്ലാനിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചു എന്നുള്ളതാണ് അൾട്രാടെക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ബ്ലോക്ക് ഡീലിൻ്റെ പശ്ചാത്തലത്തിൽ 3% ഇടിഞ്ഞ ഒരു സ്റ്റോക്കാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസ് ലിമിറ്റഡ്. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഏകദേശം 6% ഇടിയുകയും ചെയ്തു. ടാറ്റ കൺസൾട്ടൻസി സർവീസ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് USA ഒരു സെൻട്രൽ ബാങ്ക് സ്റ്റാറ്റസ് ഉള്ള റീജിയണൽ ബാങ്കായ മിഡ് വെസ്റ്റ് റീജിയണൽ ബാങ്കിൽ നിന്നും ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ അപ്ഡേറ്റ് ചെയ്യുന്നതിനും ഡ്രൈവ് ഇന്നൊവേഷൻ അതുപോലെ തന്നെ കസ്റ്റമർ റിലേഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിനും ആവശ്യമായ ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പാർട്ണർഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ TCS ഉൾപ്പെടെയുള്ള IT സെക്ടറിലെ സ്റ്റോക്കുകളെ ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. അദാനി എൻ്റർപ്രൈസസുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന അപ്ഡേറ്റ്, അദാനി എൻ്റർപ്രൈസസ് അദാനി ഗ്രീൻ ടെക്നോളജി ലിമിറ്റഡ് എന്ന കമ്പനിയെ അതിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറിയാക്കി മാറ്റി എന്ന അപ്ഡേറ്റാണ്. അദാനി എൻ്റർപ്രൈസസിന് കീഴിലുള്ള അദാനി ട്രേഡ്കോം എന്ന കമ്പനി അദാനി ഗ്രീൻ ടെക്നോളജി ലിമിറ്റഡിൻ്റെ 49% സ്റ്റേക്കുകൾ അക്വയർ ചെയ്താണ് അദാനി ഗ്രീൻ ടെക്നോളജി ലിമിറ്റഡ് എന്ന കമ്പനിയെ അദാനി എൻ്റർപ്രൈസസ് എന്ന കമ്പനിയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറിയാക്കി മാറ്റിയത്. ഇന്ന് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് ഇറാഡ അല്ലെങ്കിൽ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 3% ഇടിഞ്ഞ് 129 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 215 രൂപയിൽ നിന്ന് വന്ന പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റോക്കിനെ 130 എന്ന ലെവലിലേക്ക് എത്തിക്കുകയും ചെയ്തു. 34,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 25.74. മാർച്ച് 28 ഇറാഡ എന്ന സ്റ്റോക്കിനെ നിഫ്റ്റി 500, നിഫ്റ്റി മിഡ് ക്യാപ്പ് 150, നിഫ്റ്റി മിഡ് ക്യാപ്പ് 100, നിഫ്റ്റി 200, നിഫ്റ്റി ലാർജ് മിഡ് ക്യാപ്പ് 250, നിഫ്റ്റി മിഡ് സ്മോൾ ക്യാപ്പ് 400, നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ്, നിഫ്റ്റി 500 മൾട്ടി ക്യാപ്പ് തുടങ്ങിയ ഇൻഡെക്സുകളിൽ ഉൾപ്പെടുത്താൻ NSEയുടെ മെയിൻ്റനൻസ് സബ് കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ തീരുമാനത്തിൽ നിന്നും NSEയുടെ മെയിൻ്റനൻസ് സബ് കമ്മിറ്റി പിന്നോട്ട് പോവുകയും തീരുമാനം റദ്ദ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾക്ക് ആവശ്യമായിട്ടുള്ള ചില പോർട്ട്ഫോളിയോ കോൺസെൻട്രേഷൻ നോംസ് കമ്പനി പാലിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി ഇറാഡ എന്ന കമ്പനിയെ ഈ പറഞ്ഞ ഇൻഡെക്സുകളിൽ ഉൾപ്പെടുത്തില്ല. ഇത് ഇറാഡയെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റാണ്. ശക്തി പമ്പ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. 200 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടി ശക്തി പമ്പ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് വഴി കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്നു. 1,272 രൂപ പെർ ഷെയർ എന്ന ഡിസ്കൗണ്ട് റേറ്റിലാണ് ശക്തി പമ്പ് അതിൻ്റെ ഷെയറുകൾ വിൽക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്